രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ 3 വന്നു. ആദ്യ പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടി, രണ്ടാമത്തെ പരാതി KPCCക്ക് കിട്ടി, മൂന്നാമത്തെ പരാതി വീണ്ടും മുഖ്യമന്ത്രിക്ക് കിട്ടി. ഈ പരാതികളെല്ലാം അവർ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ മൂലക്കിരുത്താൻ വേണ്ടി സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് സംവിധാനവും എല്ലാം ശ്രമിച്ചു. ഓക്കെ, അത് നമ്മുടെ ഇപ്പൊ അറിയാവുന്ന സ്റ്റോറി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിന്റെ ലാഭം ആർക്കാണ്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, ഇതിന്റെ ലാഭം ആർക്കാണ്, നഷ്ടം ആർക്കാണ്? ലാഭത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ ആദ്യ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിനാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ ഒരു വാളിങ്ങനെ തൂങ്ങി നിന്നിരുന്നു. അതുകൊണ്ട് വളരെ പ്രയാസമായിരുന്നു. അത് കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും BJPയിലായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കാനും അദ്ദേഹത്തിനെ ഒതുക്കാനും പറ്റിയ ഒരു ആയുധം ഇങ്ങനെ തൂങ്ങി നിന്നിരുന്നു. ആ ആയുധത്തിന്റെ മൂർച്ച കളഞ്ഞ് ഒടിച്ച് തൂക്കി വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. ഇനി ആ ആയുധം തൂക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റൂല. രാഹുൽ ഒരു പെണ്ണുപിടിയനാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങളെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന നിലയിലുള്ള പല ആരോപണങ്ങളും പടച്ചു വിട്ടുകൊണ്ട് അദ്ദേഹത്തെ ഇനി നശിപ്പിക്കാൻ പറ്റൂല. കാരണം ഈ കേസുകളോട് കൂടി അതിന്റെ എല്ലാം മുനയൊടിഞ്ഞു, അത് അവസാനിച്ചു. ഇനി ഈ വരുന്ന 3 കേസുകളുടെ വിധിയും അതങ്ങനെ തന്നെ. മാത്രമല്ല 10-12ഓളം കേസുകൾ ഇനി വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ പോക്സോ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കേസുകളും മിക്കവാറും എടുത്തു പോകും. കാരണം സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞു. വിവാഹിതയായി കഴിഞ്ഞാൽ പിന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. ഈ അവസരത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, രാഹുൽ മാങ്കൂട്ടത്തിന് തന്റെ മുകളിൽ നിന്നുള്ള വലിയ ഒരു വല്ലാത്തൊരു മറ ഉണ്ടായിരുന്നു, ഒരു നിഴലുണ്ടായിരുന്നു, ഒരു കറുത്ത ഒരു എന്താ പറയാ ഒരു കരിമ്പടം ഉണ്ടായിരുന്നു. അതൊക്കെ നീങ്ങി അദ്ദേഹത്തിന് സംശുദ്ധമായ ഒരു മനസ്സോടുകൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിനുള്ള ചുവടുവെപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ കറതീർന്ന നല്ലൊരു പൊതുപ്രവർത്തനാക്കി മാറ്റാൻ ഈ അപവാദങ്ങളും ഈ പ്രചരണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ 10-18 ദിവസത്തെ ജയിൽവാസമൊക്കെ ഉപകരിച്ചു എന്നതാണ് ശരി. ഇത് ശരിയാണ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. രണ്ടാമത് ഇത് ഉപകാരപ്പെട്ടത് CPM നേതൃത്വത്തിനും പിണറായി സഖാവിനുമൊക്കെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ നേരിടുമായിരുന്ന ഭീകരമായൊരു തോൽവി, ആ തോൽവിയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ഈ ആരോപണം ഉപകാരപ്പെട്ടു എന്നുള്ള സത്യമാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അതൊക്കെ കുറച്ച് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും അതൊന്നും അത്ര അങ്ങോട്ട് സംസാരിക്കപ്പെടാതെ രാഹുലിന്റെ പിന്നാലെ മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ, സോഷ്യൽ മീഡിയ അടക്കം രാഹുലിന്റെ പിന്നാലെ പോയപ്പോൾ CPM നേരിടുമായിരുന്ന വലിയ പ്രതിസന്ധികളെ ജനം അധികം ചർച്ചയാക്കിയില്ല. മാത്രമല്ല അത് വോട്ടിംഗ് ശരാശരിയിൽ നന്നായിട്ട് പ്രതിഫലിക്കുകയും ചെയ്തു. കാരണം ഇത്രയധികം എതിർപ്പുകളും വിവാദങ്ങളും തങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ അതിന്റെ അവസാന കാലത്ത് നടക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയല്ല ശരിക്കും റിസൾട്ട് കൊണ്ടുവരേണ്ടത്. പക്ഷേ CPMന് അനുകൂലമായ ഒരു തരംഗമായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറയാം. മൊത്തത്തിൽ വോട്ടിംഗ് ശരാശരിയിൽ CPM പിന്നോട്ട് പോയിരുന്നെങ്കിലും ഒരു വൻ പരാജയത്തിൽ നിന്ന് അവർ കരകയറിയിട്ടുണ്ട്. അത് മാത്രമല്ല CPMന്റെ നേതാക്കളായിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ഇങ്ങോട്ടുള്ള മുഴുവൻ ആൾക്കാരും, അവരിൽ തന്നെ ചിലരുടെ മക്കളും മറ്റുള്ളവരും ചേർന്നിട്ടുള്ള പല വിവാദങ്ങളുമുണ്ട്. പാർട്ടി നേതാക്കളും പാർട്ടി സഖാക്കളുമായിട്ടുള്ളവർ ചേർന്നിട്ടുള്ള വിവാദങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കേസുകളുണ്ട്. അതൊന്നും സംസാരിക്കാതെ പോയി. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് വലിയ ഉപകാരമായി. അതിനേക്കാളേറെ ഉപകാരം CPM നേതൃത്വത്തിനുണ്ടായി. രാഷ്ട്രീയമായി നഷ്ടമുണ്ടായത് VD സതീശൻ പക്ഷത്തിനാണ്. VD സതീശൻ എന്ന രമേശ് ചെന്നിത്തല ആ ഒരു ബറ്റാലിയൻ അവർ ജനം കണ്ടുകൂടാത്തവരായി മുദ്രകുത്തി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വീകാര്യത വാനോളം ഉയർന്ന് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി കൂടെ വന്നപ്പോൾ പിടിച്ചു കിട്ടാൻ പറ്റൂല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിക്കുമെന്നും വിജയിക്കുമെന്നും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി തന്നെ അയക്കുമെന്നും ഉള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു നിലയിലേക്ക് രാഹുൽ മാങ്കൂട്ടം വളർന്നു. സ്വതന്ത്രനായി നിന്നാൽ പോലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തി. അപ്പോ VD സതീശൻ എന്ന് പറയുന്ന ഒരു വൻമരം അത് തലകുത്തി ഇപ്പോ എന്നുള്ളൊരവസ്ഥയിലെത്തി. വൻ നഷ്ടമാണ് കോൺഗ്രസിന്റെ കടൽക്കഴവന്മാരായ ചിലർക്ക് സംഭവിച്ചത് എന്നത് സത്യമാണ്. പിന്നെ മറ്റുള്ള മേഖലകളിൽ ഇപ്പോ 3 വനിതകൾ, ആ 3 വനിതകൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. രാഹുൽ മാങ്കൂട്ടത്തെ ചവിട്ടി തേക്കാൻ വേണ്ടി ഇറങ്ങിയവരാ. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം അവരെ പീഡിപ്പിച്ചു എന്ന് അവർ പറഞ്ഞിട്ടില്ല. ചില കുഴപ്പങ്ങൾ, അതായത് രാഹുൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ ചില ആരോപണങ്ങൾ ഉന്നയിക്കാമെന്നല്ലാതെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നോ മറ്റോ അവർ പറഞ്ഞിട്ടില്ല, പരാതിയും കൊടുത്തിട്ടില്ല. പക്ഷെ എന്നിട്ടും അവർക്ക് ഇനി ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത, തലയുയർത്തി നടക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായി. അവരിൽ ചിലരൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട്
നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, എന്നെ അവിടെ നിർത്തും എന്നൊക്കെ കരുതി വ്യാമോഹത്തിൽ, അതായത് ഈ പറയുന്ന പെണ്ണുങ്ങളെ ഈ രാഷ്ട്രീയ നേതാക്കൾ വെറുതെ കുരുക്കിയിടാണ്, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ വെറുതെ കുരുക്കിയിട്ടിട്ട് കരുവാക്കാണ്, ഇരയാക്കാണ്, ചൂണ്ടയിൽ കുരുത്തിട്ടതാണ് എന്ന് പോലും ചിന്തിക്കാതെ ഇറങ്ങി നിന്നു കൊടുത്ത് തല കളഞ്ഞ 2-3 പേരുണ്ട്, കുറച്ച് പേരുണ്ട്. അതൊന്ന്. പിന്നെ ഫെനി നൈനാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഗ്രാഫിൽ വന്നിട്ടുള്ള ഒരു ഉയർച്ച ചെറുതൊന്നുമല്ല. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചങ്കൻ എന്ന് പറയുന്ന ഫെനി നൈനാൻ നേരത്തെ അത്ര അറിയപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇന്ന് മലയാളിക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എത്രത്തോളം അറിയാം, അതേപോലെ തന്നെ ഫെനി നൈനാൻ എന്ന ചെറുപ്പക്കാരനെയും അറിയാം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന, കൂടെ നിർത്താൻ കഴിയുന്ന നല്ലൊരു ചെറുപ്പക്കാരനെ കൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കിട്ടി, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു എന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ ഗുണവുമില്ല ദോഷവുമില്ല എന്ന് ചിന്തിക്കുന്നത് 3 പരാതിക്കാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ അവർ പരാതി കൊടുത്തെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ ഒരു താല്പര്യവുമില്ല എന്ന് തുടർന്നുള്ള ദിവസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് പിണറായിയുടെയോ CPM-ന്റെയോ അതല്ലെങ്കിൽ BD സതീശിന്റെയോ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി പരാതി കൊടുത്തു എന്നോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, കാര്യം ഈ പെണ്ണുങ്ങളെല്ലാം ഒരു ഗ്രൂപ്പാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പരസ്പരം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതും സ്ക്രീൻഷോട്ടുകളൊക്കെ കൃത്യമായി കിട്ടുന്നതും. ആ ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയം കളിച്ചിട്ടും അങ്ങനെയൊക്കെ കളിച്ചിട്ടും ഈ പരാതിക്കാരെന്ന് പറയുന്നവർ രംഗത്തേക്ക് നേരിട്ട് വരാത്തത് കൊണ്ട്, പരാതി മാത്രം കൊടുത്തുകൊണ്ട് മാറി നിൽക്കുന്നത് കൊണ്ട് ജനങ്ങൾ അവരുടെ പെരടിക്ക് അധികം കയറുന്നില്ല. ജനങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത് CPM-ന്റെ മേലേക്ക്, BD സതീശൻ പക്ഷത്തിന്റെ നേരേക്ക്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഇല്ലാതാക്കി വരും എന്ന് പറയുന്ന ഷഹനാസ് അടക്കമുള്ള ബാക്കി 3 പേരുടെ മേലേക്ക് ഒക്കെയാണ് ജനം പൊങ്കാലയിട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വലിയ നഷ്ടമാണ്. പൊതുസമൂഹത്തിൽ ഇനി അധിക പെട്ടെന്നൊന്നും ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനിടയിൽ മറ്റു പല വിഷയങ്ങളും കൊണ്ടുവന്നതിനെ മറയ്ക്കാൻ നോക്കി, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് എന്ന് കരുതി മറയ്ക്കാനൊക്കെ നോക്കി, പക്ഷെ ഏറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ ഇത്രയും പരാതികൾ ഒരു 5-6 മാസത്തെ കണക്കും കൂടെ എടുത്തു നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വലിയ തലവേദന ഉണ്ടായിരുന്നു. ആ തലവേദന അങ്ങോട്ട് പോയി കിട്ടി, മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റി. അതൊരു തലവേദന ആയിരുന്നു എന്നതിന് എന്താണ് തെളിവ് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിക്കും. നിലമ്പൂർ ഇലക്ഷനിൽ PV അൻവറിനെ തേടി രാഹുൽ മാങ്കൂട്ടം വന്നത് തന്നെയാണ് അതിന്റെ തെളിവ്. BD സതീശനടക്കമുള്ള മറ്റു മുഴുവൻ ആൾക്കാർക്കും ഈ പറഞ്ഞ നമ്മൾ ആദ്യം കേട്ടിട്ടുള്ള വോയിസ് മെസ്സേജുകളുണ്ടല്ലോ, അതൊക്കെ അറിയാമായിരുന്നു. ഏകദേശം ഒരു 3 മാസം മുമ്പ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഒരു 3 മാസം മുമ്പ് ഞാനും ഈ വിവരം അറിഞ്ഞിരുന്നു. എൻ്റെ ഒരു പ്രേക്ഷകൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ബോംബുണ്ട് എന്ന് പറഞ്ഞൊരു വോയിസ് നോട്ടും അയച്ചു തന്നിരുന്നു. ഞാനത് മൈൻഡ് ചെയ്തില്ല. PV അൻവറിനെ അറിയാമായിരുന്നു എന്നതുകൊണ്ടാണ് PV അൻവറും VD സതീശനും കൂടെ ഇടഞ്ഞു നിൽക്കുമ്പോൾ VD സതീശന്റെ ഓടുള്ള ഒരു വൈരാഗ്യം കൊണ്ട് ഒരു പക്ഷേ PV അൻവറെ ഇറക്കി വിട്ടാൽ ഇന്ന് ഈ നമ്മൾ കണ്ട യുദ്ധം അന്ന് തുടങ്ങുമെന്ന് വെച്ചിട്ടാണ് സത്യത്തിൽ അത് ഉണ്ടാകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് PV അൻവറെ കാണാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം പോയത്. അല്ലാതെ PV അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയെന്നുമല്ല. അങ്ങനെയാണ് ഇവിടെ പ്രചരിപ്പിച്ചതുമെല്ലാം. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ള ഈ ആരോപണങ്ങൾ അന്ന് പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതായാലും ഇന്ന് അത് പുറത്ത് ചാടി, ആരോപണങ്ങൾ കേസുകളായി വന്നു, 10-18 ദിവസം ജയിലിൽ കിടന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നാളെ എടുത്ത് വീശാമായിരുന്ന എല്ലാ ആയുധങ്ങളും ശത്രുക്കൾ തന്നെ ഇല്ലാതാക്കി കൊടുത്തു. ഇനി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു കാരണവശാലും തടയാൻ പറ്റാത്ത അത്രവിധം ശക്തിയാക്കി, ഒരു വലിയൊരു ശക്തിയാക്കി മാറ്റുന്നതിൽ അത് ചെറിയൊരു പങ്കൊന്നുമല്ല വഹിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലമാണ്. VD സതീശനും മറ്റുള്ളവരും ഒന്ന് സൂക്ഷിക്കുന്നതും നല്ലതാണ്. കാരണം ജനം ഇന്ന് നിങ്ങളുടെ കൂടെയല്ല, രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ചെറുപ്പക്കാരോടൊപ്പമാണ്. Different angles. Don't forget to subscribe and support this channel.